നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മെക്കഫം റേഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടികൾ ഒരു ലളിതഗാനത്തോടെ ആരംഭിച്ചാലോ? അങ്ങനെയാകട്ടെ. NEMS മോണ്ടിസോറി വിഭാഗത്തിലെ ഇതൾ ആദർശ് അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു ലളിതഗാനം കേൾക്കാം ആദ്യം. വല്ലാമ്പൽ പൂക്കളെ തുള്ളാൻ പഠിപ്പിക്കും, വായാടിക്കാച്ചെന്നു വൈകി വന്നു, തെല്ലു വൈകി വന്നു, താളമുറക്കമായി താമസിച്ചെത്തിയ കാച്ചു തേങ്ങി. പൂക്കളും നന്നില്ല, പൊയ്കയറിഞ്ഞില്ല, പൂവിന്റെ നിത്തം നടന്നതില്ല, പൂവിന്റെ നിത്തം നടന്നതില്ല. വെള്ളാമ്പൽ പൂക്കളെ തുള്ളാൻ പഠിപ്പിക്കും, വായാടിക്കാച്ചെന്നു വൈകി വന്നു, തെല്ലു വൈകി വന്നു, തെല്ലു വൈകി വന്നു. ആടാനുമായില്ല, പാടാനുമായില്ല, ആരാരും കാച്ചിനെ കണ്ടതില്ല, ആരാരും കാച്ചിനെ കണ്ടതില്ല. ധാരാളം പഴഞ്ചൊല്ലുകൾ നാം കേൾക്കാറുണ്ടല്ലോ. എന്നാൽ അതിന്റെയൊക്കെ ശരിയായ അർത്ഥം എന്തെന്ന് നാം മനസ്സിലാക്കാറുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ കുറച്ച് പഴഞ്ചൊല്ലുകളുടെ പൊരുൾ തേടി നമുക്കൊരു യാത്ര പോയാലോ? ഈ യാത്രയിൽ പങ്കുചേരുന്നത് NEMS വിദ്യാർത്ഥികളായ വൈഗ അഭിലാഷ്, വൈഗ ഐ എന്നിവരാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് വൈഗ, എങ്ങനെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ, ചോദിച്ചോളൂ. എൻ്റെ അമ്മൂമ്മ എപ്പോഴും പറയാറുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന്. എന്താ ടീച്ചർ അതിന്റെ അർത്ഥം? നല്ല സംശയം. നമ്മളെല്ലാം പണം ചെലവഴിക്കുന്നവരാണല്ലോ. നമ്മൾ എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും നാം കണക്ക് വെക്കാറില്ലേ? പക്ഷേ ചിലർക്കൊക്കെ എത്ര പണം കിട്ടിയാലും തികയാറില്ല. അതെന്തുകൊണ്ടാണെന്നോ? വരുമാനവും ചെലവും കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പണവും സാധനങ്ങളും ഒക്കെ ചെലവാക്കുമ്പോൾ അതിനൊരു കണക്ക് വേണം എന്നാണ് ഇതിന്റെ സാരം. അങ്ങനെയാണോ? എങ്കിൽ ഇന്നു മുതൽ ഞാനും എല്ലാം ശ്രദ്ധയോടെ ചിലവാക്കും. ഇരിക്കും മുമ്പേ കാൽ നീട്ടരുതെന്ന് എന്ന് അമ്മ എപ്പോഴും പറയും. എന്താണ് അതിന്റെ അർത്ഥം ടീച്ചർ? ആഹാ, ഇന്ന് വൈകി നല്ല കുട്ടിയാണല്ലോ. നിറയെ സംശയങ്ങളാണല്ലോ. ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടി നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇരിക്കും മുമ്പ് കാൽ നീട്ടിയാൽ വീണു പോവില്ലേ ടീച്ചർ? തീർച്ചയായും. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഉദാഹരണത്തിന്, നമ്മളൊരു ബിസിനസ് തുടങ്ങി എന്ന് വെക്കുക. അതിൽ നിന്നും ലാഭമുണ്ടാകുമെന്ന് കരുതി നാം വലിയ തുക വായ്പ വാങ്ങിയെന്നും കരുതുക. ബിസിനസ് വിജയിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? വായ്പ കൃത്യസമയത്ത് അടച്ചു തീർക്കാൻ കഴിയില്ല. അതെ, അപ്പോൾ കടം പെരുകി ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ടീച്ചർ? തീർച്ചയായും, ചോദിച്ചോളൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഉത്തരം വളരെ ലളിതം. ഉപ്പ് കൂടുതലുള്ള ആഹാരം കഴിച്ചാൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരില്ലേ? അതുപോലെ നമ്മൾ തെറ്റുകൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നന്ദി ടീച്ചർ, ഇത്രയും അറിവുകൾ തന്നതിന്. ഓക്കെ മോളെ. ഇമ്പമാറുന്ന മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളുമായി എത്തുകയാണ് NEMS വിദ്യാർത്ഥിനി ഋത ഫാത്തിമ. എല്ലാം പാടത്തുള്ള കല്ലാക്കൂടയോനെ, എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എൻ്റെ ചെല്ല ജലാലായ തമ്പുരാനേ. എല്ലാം പാടത്തുള്ള കല്ലാക്കൂടയോനെ, എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എൻ്റെ ചെല്ല ജലാലായ തമ്പുരാനേ. പൊള്ളുന്ന നോവിനാലുള്ളം കരയുന്നു പെരിയോനെ, നിന്നിൽ ശുക്രോതുന്നു, കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു. വല്ലാത്തതാണല്ല നിന്റെ കൂതരത്ത്, വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത്, എൻ കൊതി തീർത്ത് ഹിദായത്തിൽ എന്നെ ചേർക്ക്. മക്ക മദീനയിൽ ചെന്നിരാനും മഹമൂദി റൗവായിൽ എത്തിക്കാനും,
ദിനവും ഹക്കായ നാദാന തേടിടുന്നേ, എല്ലാം പാടത്തുള്ള കല്ലാക്കൂടയോനെ, എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എൻ്റെ ചെല്ല ജലാലായ തമ്പുരാനേ. അറിവ് പലയിടത്തായി ചിതറിക്കിടക്കുന്ന മഞ്ചാടിക്കുരു പോലെയാണ്. അത് ക്ഷമയോടെ പെരുക്കിയെടുക്കുന്നവർക്ക് മാത്രമേ അറിവിന്റെ ചെപ്പ് നിറയ്ക്കാനാവൂ. നമ്മുടെ അറിവിന്റെ ചെപ്പ് നിറയ്ക്കാൻ വിജ്ഞാന വീതിയിൽ നമ്മോടൊപ്പം ചേരുന്നു NMS വിദ്യാർത്ഥിനി അമീക്ക. 2026 നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. ഈ സന്തോഷ് കുമാറിന്റെ ഏതു നോവലിലാണ് ഈ വർഷത്തെ വയലാർ അവാർഡ് ലഭിച്ചത് എന്നറിയാമോ? അവാർഡ് ലഭിച്ച കൃതിയുടെ പേരാണ് തബൂമയുടെ അച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. കേരളത്തിലെ ഏതു ജില്ലയിലാണ് ഏറ്റവും അധികം ഭാഷകളുള്ളതെന്നറിയാമോ? കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും അധികം ഭാഷകളുള്ളത്. ഇത് സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നു. ഇനി ഒരു കൊച്ചു കൂട്ടുകാരിയുടെ അറബിക് ഭാഷണം കേട്ടാലോ? അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ വിദ്യാർത്ഥിനി ഇൻസ സെഹ്റ അവതരിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. أيها المعلمة الكرام وأصدقائي الأحبة، أريد أن ألقي إليكم خطبة صغيرة عن اللغة العربية. اليوم 18 من شهر ديسمبر، اليوم العالمي للغة العربية. اللغة العربية لغة حلوة، هي أقدم اللغات في العالم. هي لغة القرآن ولغة رسول الله صلى الله عليه وسلم ولغة الجنة. عدد حروف اللغة العربية 28، وتكتب لغة العربية من الجهة اليمنى إلى اليسرى. أختتم كلامي. شكرا لاستماعكم. السلام عليكم ورحمة الله وبركاته. അടുത്തതായി ഒരു ഗാനം ആസ്വദിക്കാം. ഒരു വഞ്ചിപ്പാട്ടുമായി എത്തുന്നത് മാസിലെ വിദ്യാർത്ഥി അഹമ്മദ് അൽഷാൻ. മനസപാത ചിരന്തനായ പൂമ ചില്ലിച്ചുളിച്ചൊന്നു കാടാക്ഷിപ്പാനോർക്കണം. ഓ തിത്തിത്താരാതിത്തിത്തൈതോ ഇല്ലാതാരിദ്രാർത്ഥിയോളം വാലുതായിട്ടോരാർത്തിയും ഇല്ലം വീണു കുത്തുമാറായതു കണ്ടാലും. ഓ തിത്തിത്താരാതിത്തിത്തൈതോ വല്ലഭ കേട്ടാലും പാരാത്മമജ്ഞനായ ഭവാൻ വല്ലഭയുടെ വിശപ്പുമറിയുന്നില്ല. ഓ ദിത്തിത്താരാദിത്തിത്തൈതോ സർവവേദശാസ്ത്ര പുരാണജ്ഞൻ ഭവാൻ ബ്രഹ്മശക്ര സർവവജ്ഞനായ ശൗരിതാവായസ്യൻ. ഓ ദിത്തിത്താരാദിത്തിത്തൈതോ നിർവാണധനായ ലക്ഷ്മിപാതിയെ ചെന്നു കണ്ടാലി ദുർവാര ദാരിദ്ര ദുഃഖമോയിയും നൂനം. ഓ ദിത്തിത്താരാദിത്തിത്തൈതോ ഗുരുഗ്രഹത്തിങ്കൽ നിന്നു പിരിഞ്ഞതിൽ പിന്നെ ജഗൽ ഗുരുവിനെയുണ്ടോ കണ്ടു വെറുതെ ഗുണം. ഓ ദിത്തിത്താരാദിത്തിത്തൈതോ വരികയില്ലാർക്കും ഭഗവാനെ കാണുവാൻ കാലെ തന്നെ വിരയാത്രയാകണമെന്ന് തോന്നുന്നു. ഓ ദിത്തിത്താരാദിത്തിത്തൈതോ. ഇനി ഒരു കഥ കേൾക്കാം. കഥ അവതരിപ്പിക്കുന്നത് ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂളിലെ മുഹമ്മദ് റെയ്ഹാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു കർഷകനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പണ്ടൊരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് നല്ല വിളവ് കിട്ടി. ആ കർഷകൻ 3 മുന്തിരിക്കുലകളുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. നബി അതിൽ ഓരോന്നോരോന്നായി കഴിക്കാൻ തുടങ്ങി. കർഷകന് സന്തോഷമായി. ചുറ്റിലും കൂടുന്ന സ്വഹാബാക്കൾക്ക് നബി അത് കൊടുത്തില്ല.
നബി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ കർഷകന് സന്തോഷമായി. കർഷകൻ പോയി. നബി സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാക്കളെ, അത് ഞാൻ നിങ്ങൾക്ക് തരാതിരുന്നത് അതിന് നല്ല പൊളിയായിരുന്നു. നിങ്ങളെങ്ങാനും അതിന് നല്ല പൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കർഷകന് സങ്കടമായനെ. ഭക്ഷണം അമൂല്യമാണ്, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മനസ്സിനെ ആനന്ദ നിർഭരമാക്കാൻ ഇനിയൊരു കവിത ആസ്വദിച്ചാലോ? കവിത ആലപിക്കുന്നത് NMS അധ്യാപിക ശ്രീലേഖ രാജേഷ്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിതപ്പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. കനവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം. അടുത്തതായി മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ക്യാമ്പസ് വാർത്തകൾ കേൾക്കാം. നമസ്കാരം, മെക്കഫം ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഋതിക ബിൽസിൽ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് NMS വിദ്യാർത്ഥികൾ നരിക്കുനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാൻഡോമൈം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഡിസംബർ 3 ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. നവംബർ 29-30 തീയതികളിലായി മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിൽ വെച്ച് നടന്ന KNM നരിക്കുനി മണ്ഡലം മദ്രസ സർഗമേളയിൽ നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. NMSലെ ഈ വർഷത്തെ NFL ഫുട്ബോൾ ടൂർണമെന്റിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ആർസണൽ FC, ജൂനിയർ വിഭാഗത്തിൽ FC ഇറ്റാലിയ, സീനിയർ വിഭാഗത്തിൽ ജുവാൻഡസ് എന്നീ ടീമുകൾ ചാമ്പ്യന്മാരായി. ഡിസംബർ 3 അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൽ ബ്ലൂ ഡേ ആചരിച്ചു. മലബാർ സഹോദയ ഡിസ്ട്രിക്ട് കിഡ് ഫസ്റ്റ് ഡിസംബർ 16 മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിൽ വെച്ച് നടന്നു. നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിച്ച ഫസ്റ്റിൽ 5ഓളം വേദികളിലാണ് പരിപാടികൾ അരങ്ങേറിയത്. ജില്ലയിലെ 25ഓളം സ്കൂളുകളിൽ നിന്നായി 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫസ്റ്റിന്റെ ഉദ്ഘാടന പരിപാടി ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ KP ഉദ്ഘാടനം ചെയ്തു. NMS പ്രിൻസിപ്പൽ ശ്രീമതി റെജീന സൂപ്പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മലബാർ സഹോദയ സെക്രട്ടറി ശ്രീമതി സിന്ധു BP അധ്യക്ഷത വഹിച്ചു. മലബാർ എഡ്യൂസിറ്റി അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി ഷെറീന CM, സലഫി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ മാസ്റ്റർ, അഡ്വക്കേറ്റ് K അബ്ദുൾ റസാഖ്, മലബാർ സഹോദയ പാട്രൺ ശ്രീമതി KP ഷക്കീല എന്നിവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ പ്രശസ്ത ഗായിക ആര്യനന്ദ R ബാബു മുഖ്യാതിഥിയായി. മലബാർ സഹോദയ പ്രസിഡന്റ് ശ്രീ മോനി യോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അനസ് സ്വാഗതം പറഞ്ഞു. NMS മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K അബ്ദുൾ റഹ്മാൻ, പ്രൊജക്ട് മാനേജർ ശ്രീ NP അബ്ദുൾ ഗഫൂർ ഫാറൂഖി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മലബാർ സഹോദയ ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ ഷാനവാസ് തലപ്പിൽ നന്ദി രേഖപ്പെടുത്തി. ദേവഗിരി CMI പബ്ലിക് സ്കൂൾ ചാമ്പ്യന്മാരായ കിഡ് ഫസ്റ്റിൽ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ, B-ലൈൻ പബ്ലിക് സ്കൂൾ എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ആതിഥേയരായ NMS ടീം 5ാം സ്ഥാനം നേടി.
ഡിസംബർ 18 ആചരിക്കപ്പെടുന്ന ലോക അറബി ഭാഷാ ദിനത്തിന്റെ ഭാഗമായി ക്യാമ്പസിൽ വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നു. ഖുറാൻ പാരായണം, കയ്യെഴുത്ത് മത്സരം, ഹിഫ്ള് മത്സരം, പദ്യം ചൊല്ലൽ, കാലിഗ്രഫി, അന്താക്ഷരി, ക്വിസ് മത്സരം തുടങ്ങിയവയാണ് പ്രധാന ഇനങ്ങൾ. അറബി ഭാഷയുടെ സാഹിത്യപരവും സാംസ്കാരികവും ചരിത്രപരവുമായ മഹത്വം സമൂഹത്തോട് പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ ഒരുക്കുന്നത്. ഡിസംബർ 19-20 തീയതികളിൽ അറബി ഭാഷയുടെ ചരിത്രം, കല, സംസ്കാരം, ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ മേഖലകൾ പ്രതിപാദിക്കുന്ന അറബിക് എക്സ്പോയും ക്യാമ്പസിൽ നടക്കും. ഡിസംബർ 20 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രധാന പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് അറബ് ലോകത്തെ പ്രശസ്ത പണ്ഡിതനും GCC രാജ്യങ്ങളിലെ പുരാവസ്തു ചരിത്ര അസോസിയേഷൻ അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ബിൻ അലി ഹസയാണ്. NMSലെ ഈ വർഷത്തെ വാർഷികാഘോഷം യുഫോറിയ 2K25 ഡിസംബർ 22 നടക്കും. പൂർണ്ണമായും മോണ്ടിസോറി സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന NMS KG വിഭാഗത്തിലേക്ക് 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. 1 മുതൽ 8 വരെ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 9656244860, മറ്റൊരു നമ്പർ 0495224860. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. കൂടുതൽ വൈവിധ്യമാർന്ന പരിപാടികളുമായി വീണ്ടും വരാം. Till then, stay tuned. Mek FM. Now signing out. Me Naomi. Me Han.